എങ്ങനെയുണ്ടായിരുന്നു പടം? പ്രേക്ഷകരുടെ കണ്ട എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എനിക്ക് ടെൻഷൻ അടിച്ചിട്ടേ ശരിക്കും എന്താണ് സംഭവം മൊത്തത്തിൽ നടന്നതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നല്ല റെസ്പോൺസ് ആവുമെന്ന് വിചാരിക്കണം. കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി പ്രേക്ഷകർ പറയട്ടെ, നമ്മുടെ ആൾക്കാർ കണ്ടിട്ട് പറയട്ടെ എന്താണ് അഭിപ്രായം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മൊത്തത്തിലൊരു കോൺട്രാസ്റ്റ് ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞതും ഇങ്ങനത്തെ ഒരു പടത്തിൽ ഭാഗമാവുക എന്ന് പറഞ്ഞതൊക്കെ വളരെ അടിപൊളി കാര്യമാണ്. ഭാഗ്യം ചെയ്ത ഒരാളായിട്ട് കൂട്ടുന്നു ഞാൻ എന്നെ. ഇനിയും അതേപോലെ ആവട്ടെ. ഉറപ്പായിട്ടും എല്ലാവരും പോയി കാണുക. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, ഉറപ്പാണ്. ആയിട്ടില്ലടാ, പോസിറ്റീവ് ആവട്ടെ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് നല്ല ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് മനോഹരമായിട്ട് ചെയ്യിപ്പിച്ചു ഞങ്ങളെ കൊണ്ട്. ചേച്ചി ഇതുവരെ ചെയ്ത അമ്മ ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് ഒരു ഫീൽ ഗുഡ് ക്യാരക്ടറാണ്. പക്ഷെ ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ എഫക്റ്റ് മനസ്സിലാവുന്നത്. നല്ലൊരു ടീം, ഞങ്ങളുടെ ടീം അത്രയും നല്ലതാണ്. നന്നായിട്ട് ചെയ്യാൻ പറ്റി. നിങ്ങളാണ് വിജയിപ്പിച്ചു തരുന്നത്. ഇനി കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താ പറയുന്നത്? കാണണം. ഇതൊരു എന്താ പറയുക, ആരും മനഃപൂർവ്വം കുറ്റവാളിയാകുന്നില്ല. സന്ദർഭമാണ് കുറ്റവാളിയാക്കുന്നത്. അത് ഞങ്ങൾ ദുരുപയോഗം നിന്നാൽ സാധിക്കും. ഇപ്പൊ മംഗളേശ്വരി ജയം എല്ലാവരും രക്ഷിക്കട്ടെ. സോറി, മോഹനീശ്വരി ദേവി, സോറി, എല്ലാവരും രക്ഷിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടം ജനങ്ങൾക്ക് വരണം. ഹായ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സിനിമ? ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? ഇങ്ങനത്തെ നല്ല ഭംഗിയായിരുന്നല്ലോ. എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ശ്രുതി, ദിവ്യ എല്ലാവരും ഉണ്ട്. നമ്മൾ ചോദിച്ചോളൂ. എല്ലാവരും കാണണം. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ? ഇഷ്ടമായി. നമ്മള് ഭരതനാട്യം പോലെ അല്ല, ഇത് കുറച്ചുകൂടെ ജോണർ മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്റർടൈനർ ആണ് അല്ലേ? ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു, നിങ്ങളും എൻജോയ് ചെയ്തു വിശ്വസിക്കുന്നു. നമ്മളല്ലല്ലോ പറയണത്, സ്റ്റോറി ബേസ് ഒക്കെ അറിയുന്നത് കൊണ്ട്. പക്ഷെ ഞങ്ങള് ഭയങ്കര നല്ല കയ്യടി മൊച്ചകളൊക്കെ കേട്ടു, ചിരിയൊക്കെ. അപ്പൊ നിങ്ങളൊക്കെ എൻജോയ് ചെയ്തു ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാണുക എല്ലാവരും. ഒന്ന് സൈഡായി. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ഇനി പ്രേക്ഷകരാണ് ഇതിനെ വിധി എഴുതേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതല്ലേ? വളരെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ് ചെയ്യാൻ സാധിച്ചത്. ഇതുവരെ ചെയ്തതിന് വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ ചെയ്യാൻ സാധിച്ചു. നമ്മൾ ഇതിൻ്റെ എല്ലാ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും ഒക്കെ വളരെ നന്ദിയുണ്ട്. അതുപോലെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നറിയാം. വളരെ ഗംഭീരമാണ്. എല്ലാവരും കാണണം. അത് തിയേറ്ററിൽ തന്നെ കാണണം. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? മറ്റേ കുടുംബ പ്രേക്ഷകരുടെ എന്റർടൈൻമെന്റ് സാധനം. അപ്പൊ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടിയും ചെയ്ത കാര്യങ്ങൾ എൻ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. മൊത്തം കാര്യങ്ങൾ, മൊത്തം ഡാൻസ് പരിപാടികൾ. അപ്പൊ ഈ ഇങ്ങനൊരു കാര്യം വരുന്നൊക്കെ എക്സ്പെക്ട് ചെയ്തു സെക്കൻഡ് പാർട്ടിനകത്തൊക്കെ? സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്തത്? ഡയറക്ടർ കാണാൻ പോകുന്ന പ്രേക്ഷകരുണ്ട്. തിരിച്ചറിയുക, പറയാനുള്ളത്. എല്ലാവരും കണ്ട് അവരുടെ അഭിപ്രായം പറയാം. എല്ലാവരും അഭിപ്രായം കേൾക്കണം. അടിപൊളി പടം. എന്തായാലും മിസ്സാവൂല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളിനി വരാൻ പോകുന്ന വർക്കുകൾ ഇതൊക്കെ ആയിട്ടില്ല. മോഹിനീശ്വരനെ രക്ഷിക്കണം. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഡാർക്ക് ക്യാരക്ടർ ചെയ്തത്. അതെ. അപ്പൊ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എക്സൈറ്റ്മെന്റ്, നമ്മുടെ ദിവ്യയുടെ ഡയലോഗില്ലേ, അതായത് കൂസല് ഉണ്ട് പക്ഷെ അത് കാണിക്കാത്തതാണ്. അതുപോലെ എക്സൈറ്റ്മെന്റ് ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട്, പക്ഷെ ഞാനത് കാണിക്കാത്തതാണ്. ഞാൻ കുറച്ച് അണ്ടർപ്ലേ ചെയ്യുവാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ബാക്കിയുള്ള തിയേറ്റേഴ്സിൽ നിന്നൊക്കെ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടെ ഇപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഫസ്റ്റ് പാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ സെക്കൻഡ് പാർട്ട് അന്നേരം പ്ലാനിലുണ്ടായിരുന്നു? ഇല്ല, അന്നില്ലായിരുന്നു. നമ്മൾ ഫസ്റ്റ് പാർട്ട് OTT വിജയമായി കഴിഞ്ഞപ്പോഴാണ് സെക്കൻഡ് പാർട്ട് പ്ലാൻ ചെയ്യുന്നത്.
ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഫസ്റ്റ് പാർട്ടിനേക്കാളും എത്ര മടങ്ങ് മേളിലാണ് സെക്കൻഡ് പാർട്ടെന്ന്. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. പ്രേക്ഷകർ എന്തായാലും അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് ഏറ്റെടുക്കേണ്ടതാണ്. അത് ജനങ്ങളിലേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ല, അത് ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കും.